അസ്സലാമു അലൈക്കും. അപ്പോൾ നമുക്കിന്നൊരു കുക്കിംഗ് വീഡിയോ കണ്ടാലോ? നമുക്ക് കുറച്ച് നല്ല ഫ്രഷ് മത്തിയുടെ മുട്ട കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ പനഞ്ഞിലെന്ന് പറയത്തില്ലേ, അത് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ കേരള സർക്കാരിൻ്റെ സംരംഭമായിട്ടുള്ള ഫിഷ് മെയ്ഡിൽ നിന്ന് നമ്മൾ ഓർഡർ ചെയ്തതാണ് കേട്ടോ. അവർക്ക് ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലെത്തിച്ച് തരും. അപ്പോൾ അത് നമുക്കിന്നൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള മസാല എടുക്കാം. ആദ്യം 1 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി, ഞാനൊരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇടുന്നത്. അധികം മസാലയൊന്നും ഇടാതെ ചെറിയൊരു രീതിയിൽ ചെയ്യുന്ന ഫ്രൈ ആണ്. അപ്പോൾ കുരുമുളക് പൊടി ഇട്ടു. ഇനി ആവശ്യത്തിന് ഉപ്പ്, ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുകയാണ്. പേസ്റ്റ് അല്ലെങ്കിൽ ചതച്ചാണെങ്കിൽ നമുക്ക് ചേർക്കാം, ഇത് നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ഇവിടെ നമ്മൾ വെള്ളമല്ല കേട്ടോ മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്, വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയിൽ നമുക്ക് പൊടികളെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് നല്ലൊരു മസാല റെഡിയാക്കിയെടുക്കാം. മസാല നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ പനഞ്ഞിൽ അല്ലെങ്കിൽ മത്തിയുടെ മുട്ട നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയത് നമ്മൾ ഡ്രെയിൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാല എല്ലാം മുട്ടയിലൊക്കെ നന്നായിട്ട് മിക്സ് ആയണം. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഞാൻ ഒരു 1 മണിക്കൂർ റെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചാൽ അത്രയും നല്ലത്. അതിനുശേഷം നമ്മളൊരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണയിലാണ് നമ്മളിത് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ പനഞ്ഞിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഡ്രൈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ചെയ്യാം. അല്ലാതെ ജസ്റ്റ് നന്നായിട്ട് ഫ്രൈ എടുക്കാമെങ്കിൽ കുറച്ച് നേരം, ഒരു 5-10 മിനിറ്റ് മതി, 5 മിനിറ്റോളം മതി, ഇത് പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പോൾ നമ്മുടെ മീൻ മുട്ട ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ